വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടി കേക്കിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. വൈകുന്നേരങ്ങളിൽ ചായയുടെയും കാപ്പിയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കേക്ക്. എൻ്റെ പേര് ലിഷ. വെൽക്കം ടു മൈ ചാനൽ thecoffeemug. ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവയെല്ലാം ചേർത്ത് അരിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായി മിക്സായി കിട്ടുന്നതിനും കട്ടകളുണ്ടെങ്കിൽ പോകുന്നതിനും വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു വിസ്ക് വെച്ച് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മാറ്റിവെക്കാം. അടുത്തതായി മറ്റൊരു ബൗളിലേക്ക് 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയും 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്തിളക്കി മാറ്റിവെക്കാം. ട്യൂട്ടി ഫ്രൂട്ടി കേക്ക് ബാറ്ററിലേക്ക് ചേർക്കുമ്പോൾ കൂടി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് മൈദയിൽ കോട്ട് ചെയ്ത് വെക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി കേക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു വലിയ ബൗളിലേക്ക് 1/3 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്ത് ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായി ക്രീം പരുവത്തിൽ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ എടുക്കുന്ന ബട്ടർ റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. ഇതിലേക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യണം. 3 മിനിറ്റോളം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. കാസ്റ്റർ ഷുഗർ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും, അതായത് ചെറിയ തരിയുള്ള പഞ്ചസാര. 3 മിനിറ്റിന് ശേഷം 2 മുട്ടകൾ ചേർത്ത് കൊടുക്കാം. ഇവ ഒരെണ്ണം ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തേതും കൂടി ചേർത്ത് കൊടുക്കണം. ഇടയ്ക്ക് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഒരു സ്പാറ്റില വെച്ച് തൂത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. ഇതിലേക്കിനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും 2 പ്രാവശ്യമായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കേക്കിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ മിക്സ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. സൈഡിലുള്ളത് തൂത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാനിവിടെ 1/4 കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്തതിന് ശേഷം ലോ സ്പീഡിൽ കമ്പൈൻ ചെയ്തെടുക്കണം. പാല് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മൈദാപ്പൊടിയിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു സ്പാറ്റില വെച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് പാൻ എടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ തൂത്ത് അടിയിലും സൈഡിലും ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ബാറ്റർ കുറച്ച് തിക്കാണ്. സ്പാറ്റില വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. അവസാനം ഇതിന് മുകളിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി വിതറി കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 45 മുതൽ 50 മിനിറ്റ് വരെയാണ് ഈ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അതുപോലെ തന്നെ 25-30 മിനിറ്റ് ആകുമ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ ആവശ്യത്തിന് കളർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഓവൻ്റെ മുകളിലുള്ള ഹീറ്റിംഗ് കോയിൽ ഓഫ് ചെയ്യാട്ടോ. അല്ലെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗം കരിഞ്ഞു പോകും. എനിക്കിവിടെ കേക്ക് 48 മിനിറ്റിൽ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിക്കഴിയുമ്പോൾ വയറാക്കിലേക്ക് മാറ്റാം. നന്നായി ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ എടുത്തു മാറ്റാം. കേക്ക് നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്